ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ സോക്സ് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുട്ടികളും മുതിർന്നവരുമൊക്കെ ഒരുപാടുള്ള വീടുകളിൽ ഇതുപോലെ ധാരാളം സോക്സുകൾ ഉണ്ടാകാറുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ ഒന്നുകിൽ ഒന്നായിട്ട് ഇതുപോലെ ജോഡയായി കെട്ടിവെക്കും, അല്ലെങ്കിൽ നമ്മളൊരു കവറിലൊന്നുമില്ല മറ്റിട്ട് സൂക്ഷിക്കാറാണ് പതിവ്. അപ്പോൾ പിന്നീട് പ്രത്യേകിച്ച് നമ്മൾ മഴക്കാലത്തൊന്നും ഇത് കൂടുതലായി യൂസ് ചെയ്യില്ല, വേനൽക്കാലത്ത് തന്നെയാണ് ഇത് യൂസ് ചെയ്യാറ്. അത് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു സ്മെല്ലുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് ആദ്യമായിട്ട് പറയുന്നത് നമ്മൾ സാധാരണ സോക്സൊക്കെ അതുപോലെ കഴുകി ഉണക്കി സൂക്ഷിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പ് നമ്മുടെ പൗഡറാണ് കേട്ടോ. ഇതുപോലെ ഒരു അല്പം പൗഡർ സോക്സിൽ പൂശി വെച്ച് കൊടുക്കുക. അതിന് ഉൾഭാഗത്തു കൂടിയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. അതായത് ഓരോ സോക്സ് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളോട്ടേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മളെപ്പം പൗഡർ ഇടുന്ന സമയത്തും നല്ലൊരു സ്മെല്ല്, ബാഡ് സ്മെൽ ഇല്ലാതെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലിൻ്റെ ഈ ഭാഗം വരുന്ന ഭാഗത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സൂക്ഷിച്ച് വെക്കുക. ഇനി നമുക്ക് ജോഡിയായി, ഇത് പ്രത്യേകിച്ചും എല്ലാവരും ചെയ്യുന്നൊരു കാര്യമുള്ളത് ജോഡിയായിട്ട് ഇതുപോലെ കെട്ടിവെക്കുകയാണ്. പക്ഷേ ഇത് കെട്ടിവെക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒന്നും കൂടി നന്നായി ഒന്ന് സ്ഥലം ലാഭിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അഥവാ ഒരു സോക്സ് ഈ ഒരു ഭാഗത്ത് ഓപ്പൺ ആയിട്ട് ഇതുപോലെ വെക്കുകയാണെങ്കിൽ മറ്റേ ഭാഗത്ത്, അതായത് ഈ ഭാഗം ഇതിൻ്റെ ഇവിടെയായിട്ട് വെക്കുക, ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് മടക്കുക, ഇതുപോലെ ജസ്റ്റ് ഒന്ന് റോളാക്കി കൊടുക്കുക. ഇതേപോലെ ഒന്ന് റോളാക്കി കൊടുക്കുക. ഇതുപോലെ റോളാക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഒറ്റ ഭാഗത്ത് ഇതുപോലെ ഒന്ന് മുൻപോട്ടേക്ക് ഇതുപോലെ തൊട്ട് ബാക്കോട്ടേക്കായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പെർഫെക്ഷനിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു പെർഫെക്ഷനിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ജോഡ മിസ്സാവുകയുമില്ല, സ്ഥലവും ലാഭിക്കാം. അപ്പോൾ സാധാരണ ഒരു ചൊറ പോലെ ആയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലെ ഓരോ ബാഗുകളായിട്ട് നമുക്ക് ഓരോ സോക്സും നമുക്ക് ഇതുപോലെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ എന്തോരം സോക്സുകളായിരുന്നു നമ്മൾ നേരത്തെ ചൊറ പോലെ കിടന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഓരോ ബാഗാക്കി നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പെർഫെക്ഷനിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും, നല്ലൊരു വൃത്തിയും ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇതുപോലെ തീർച്ചയായും നമ്മുടെ സോക്സ് സൂക്ഷിക്കുക. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടി സമയത്ത് നമുക്ക് ഒന്നും കൂടി ഒതുങ്ങി കിട്ടും. ബാഗിലൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ യാത്രക്കൊക്കെ ഇതുപോലെ ചെയ്യുക. അതുപോലെ തന്നെ സോക്സ് ഉപയോഗിച്ചുള്ള ഒരുപാട് ടിപ്പുകൾ ഞാൻ മറ്റു പല വീഡിയോകളിലും ഷെയർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലെ വീഡിയോയുമായി വീണ്ടും കാണാം.